പാൽമത്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തോ. നല്ല സ്പൈസി മസാലയിൽ പൊരിഞ്ഞ മത്തി തേങ്ങാപ്പാലിൽ കുതിർത്ത് കുളിപ്പിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും. ആ മസാലയും തേങ്ങാപ്പാലും എല്ലാം കൂടെ മീനിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാ. ഞാനിപ്പോ ഇത് മത്തിയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല. ആദ്യം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെറും 3 സിമ്പിൾ സ്റ്റെപ്പിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിറബറയുടെ ഫിഷ് ഫ്രൈ പേസ്റ്റ് ആണ് കേട്ടോ. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മസാലയിൽ മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഒതന്റിക് ടേസ്റ്റും നല്ല അരോമയായിരിക്കും കേട്ടോ. 1 കിലോ ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട് 200 ഗ്രാമിന്റെ ഒരു പാക്ക് മതിയാവും. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് അളവിൽ ഇതിലുള്ളത് കൊണ്ട് ഇനി വേറെ ഒന്നും നമ്മൾ ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല. മസാല മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഫ്ലേവർ ഒക്കെ മീനിലേക്ക് നല്ലോണം പിടിക്കട്ടെ. ഇനി മസാല പിടിച്ച മത്തി വെളിച്ചെണ്ണയിൽ 2 സൈഡും ഫ്രൈ ചെയ്ത് മുരിച്ചെടുക്കാം. മത്തി നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള പാൽമത്തി റെഡി. ഏത് മീനായാലും കുഴപ്പമില്ല, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്.